പ്രിയ മിത്രങ്ങളെ, ഇന്നലത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഞാൻ പറയുന്നത്. കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ തുടങ്ങാം. നാരായണൻ വീണ്ടും തളർന്ന് അരപ്ലേസിലേക്കിരുന്നു. രാത്രി വൈകി. ദേഷ്യത്തിലാണ് അരുന്ധതി അറിയിച്ചത്. എനിക്ക് വാതിലടയ്ക്കണം. ഇനി മുതൽ ഞാനും ഈ കുട്ടികളും ഈ വീട്ടിൽ തനിച്ചായതുകൊണ്ട് ഗേറ്റും അകത്തുനിന്ന് പൂട്ടാതെ തരമില്ല. ഞാനപ്പോ പോണം. ഞാനത് വീണ്ടും ആവർത്തിക്കണോ? എങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുവോ? വല്ലാത്ത ദാഹം. എന്റെ കയ്യിൽ നിന്ന് ഇനി അത് കിട്ടില്ല. മോനെ ദേവാ, അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു. അവൻ ഉറങ്ങി. ഇല്ലച്ചാ. ദേവൻ വാതിൽക്കലെത്തി. മോനെ, ജീരകവെള്ളം ഉണ്ടോ അച്ഛന് ഒരു ഗ്ലാസ് എടുക്കാൻ? ഇവിടെ ജീരകവെള്ളമില്ല. അരുന്ധതിയുടെ ശബ്ദം ഉയർന്നു. ഉണ്ടച്ചാ, ഞാൻ കൊണ്ടുവരാം, ദേവൻ പറഞ്ഞു. അരുന്ധതി മകന്റെ നേർക്ക് തിരിഞ്ഞു. ഞാനാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നീ അതിൽ തൊടില്ല. ഇല്ലച്ചാ, അച്ഛൻ്റെ ഒപ്പം ഇറങ്ങിക്കോണം മോനും. വേണ്ട, നാരായണൻ കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ ഇറങ്ങാം. അയാൾ പുറത്തേക്ക് തിരിഞ്ഞു. ആ കുട കൂടി എടുക്കാൻ മറക്കണ്ട, അരുന്ധതി പറഞ്ഞു. വേളിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം കുടയും എടുത്ത് നാരായണൻ പടികളിറങ്ങി. മുറ്റം കടന്നപ്പോൾ നടപ്പിന്റെ വേഗം വർദ്ധിച്ചു. ഗേറ്റിനപ്പുറം ആ നിഴൽ മാഞ്ഞപ്പോൾ അരുന്ധതി തിരിഞ്ഞ് അകത്തേക്ക് പോയി. എന്നിട്ടൊരു താഴും താക്കോലും കൊണ്ടുവന്ന് മകന് നേരെ നീട്ടി. പോയി ഗേറ്റ് പൊട്ടിക്കോളൂ. ഇനി മുതൽ അത് പതിവാക്കണം. നമ്മൾ അമ്മയും 3 ചെറിയ കുട്ടികളും തനിച്ചല്ലേ ഉള്ളൂ ഈ വീട്ടിൽ. അച്ഛൻ തിരിച്ചു വരില്ലേ അമ്മേ? ദേവന്റെ തൊണ്ട ഇടറി. ഇല്ല, വരാനാച്ചാ ഈ സമയത്ത് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ. അമ്മ പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത്. അരുന്ധതിയുടെ മുഖം ചുവന്നു. ആണോ? നിനക്കങ്ങനെ തോന്നിയോ? കുട്ടിയുടെ മുഖം താണു. നിങ്ങൾക്ക് ഭക്ഷണം തരണത് ഞാനാ, പഠിപ്പിക്കണത് ഞാനാ, രാപ്പകൽ ഞാൻ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ. അസുഖം വന്നാൽ പോലും അരികിൽ ഉണ്ടാവാറില്ലല്ലോ ഈ അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ എപ്പോഴേലും അന്തിത്തുണയ്ക്കെത്തുന്ന വിരുന്നുകാരനാണെന്നാണോ നിന്റെ വിചാരം? ദേവന്റെ കണ്ണു നിറഞ്ഞു. ആണോ? ചോദ്യം ആവർത്തിക്കപ്പെട്ടു. അവന് ശബ്ദിക്കാനായില്ല. പോയി ഗേറ്റ് പൊട്ടിക്കോളൂ. അരുന്ധതി പുറത്തേക്ക് കൈ ചൂണ്ടി. ഒരു നിമിഷം ആലോചിച്ചിട്ടാണ് ദേവൻ മറുപടി പറഞ്ഞത്. ഇല്ല, അച്ഛനെ പുറത്താക്കി ഗേറ്റ് പൂട്ടാൻ എനിക്കാവില്ല. ജീവൻ ചോർത്തി കൊടുത്ത് വളർത്തിയാലും പെറ്റമ്മയോട് നന്ദിയില്ലാത്ത ജന്തു. തിരിഞ്ഞു നോക്കാത്ത അച്ഛനാണെല്ലാം എപ്പോഴും വലുത്. താഴും താക്കോലുമായി അരുന്ധതി തന്നെ പുറത്തേക്ക് നടന്നു. കോപം കൊണ്ടും താപം കൊണ്ടും ആ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. താഴിട്ട് ഗേറ്റ് പൂട്ടുമ്പോൾ കൺകോണാൽ അവൾ ചുറ്റിനു വന്നൊഴിഞ്ഞു. പരിസരത്തോ റോഡിലോ നിഴൽ പോലും കാണാനില്ല. എങ്ങടാവും പോയിരിക്കുക? അകലൂർക്ക് മടങ്ങിയോ ആവോ? ഈ സമയത്ത് 7-8 കിലോമീറ്റർ നടക്കണമല്ലോ. അന്യനാടാണെങ്കിലും അടുത്തെല്ലാം ധാരാളം ചങ്ങാതിമാരുണ്ട്. അസമയത്ത് കയറി ചെല്ലാൻ കാരണം കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. സ്കൂളിൽ മാത്രമല്ല, ഒരിക്കൽ കണ്ടവർക്കെല്ലാം ആൾ പ്രിയപ്പെട്ടവനാണ്. സ്വന്തം വീടിന് മാത്രമാണ് പ്രയോജനപ്പെടാത്തത്. എവിടെയെന്ന് വെച്ചാ പോട്ടെ, മനസ്സിൽ പറഞ്ഞിട്ട് അരുന്ധതി താക്കോലുമായി തിരിച്ചു പോന്നു. ദേവൻ പഴയ സ്ഥാനത്ത് തന്നെ നിപ്പുണ്ട്. അകത്ത് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നോണം. മുറിയിൽ കിടന്ന ശേഷം അവൾ ആരോടൊന്നില്ലാതെ അറിയിച്ചു. ഇല്ലെങ്കിൽ വാതിൽ ഞാൻ അകത്തുനിന്ന് സാക്ഷ്യയിടും. ഉടൻ അനുസരണാപൂർവം അവൻ ഉള്ളിൽ കിടന്നു. അനുജനും അനുജത്തിയും ഉറക്കം പിടിച്ചിരിക്കുന്ന കിടക്കയുടെ അരികിൽ പറ്റിച്ചേർന്ന് കിടന്നു. അപ്പോ ഇരുട്ടത്ത് വെളിയിൽ നിൽക്കാൻ പേടിയുണ്ട്. അരുന്ധതി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് വാതിൽ സാക്ഷ്യയിട്ട് അതേ മുറിയിൽ തന്നെ തന്റെ കിടക്കയിൽ ചെന്ന് ഇരുന്നു. അപ്പോഴാണ് ദിനചര്യപ്രകാരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് തോന്നിയത്. എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ജീരകവെള്ളം മുക്കിയെടുത്തു. ഗ്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വ്യസനം ഉള്ളിൽ. ആഗ്രഹിക്കാതെ തന്നെ കുട്ടികളുടെ അച്ഛന്റെ മുഖം മുന്നിൽ തെളിഞ്ഞു. ഭർത്താവ് എന്നതിനേക്കാൾ കുട്ടികളുടെ അച്ഛൻ തന്നെയായിരുന്നു എന്നും. ഒപ്പം ക്ഷണിക്കപ്പെടാത്ത ചില ചിന്തകളും ഉള്ളിൽ ഉടക്കി. വിശന്നിട്ടാവുമോ വെള്ളം ചോദിച്ചിരിക്കുക? ഇല്ലത്തുനിന്ന് അത്താഴം കഴിക്കാതെ ആവുമോ പോന്നിട്ടുണ്ടാവുക? ഉടനെ ആ വ്യസനം ദേഷ്യമായി മാറി. ഒക്കെ ആ തോന്നിയാസം തന്നെയാണ്. ഗ്ലാസിലെ വെള്ളം പാത്രത്തിലേക്ക് തിരികെ ഒഴിച്ചു അവൾ. കൂടെ ഉണ്ടായാലും ഇറങ്ങിപ്പോയാലും മനസമാധാനം തരില്ല. പഴയപടി കിടക്കയിലെത്തിയ അരുന്ധതി പതിവ് പ്രാർത്ഥന ചൊല്ലാൻ ഏകാഗ്രത കിട്ടിയില്ല. എന്തൊക്കെയോ ഉരുവിട്ടിട്ട് കിടക്കയിലേക്ക് ചരിഞ്ഞു. 2 മണിക്കൂർ കടന്നുപോയത് കിടക്കറ ചുവരിലെ പഴയ നാഴികമണി ശബ്ദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഉറങ്ങാൻ പോയിട്ട് കണ്ണടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആൾ തിരിച്ചു വന്നിട്ടുണ്ടാവുമോ?
ഗേറ്റ് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് അകത്ത് കടക്കാനാവാതെ വിശന്നു പൊരിഞ്ഞ് മഞ്ഞും കൊണ്ട് നിൽക്കുകയാണെങ്കിലോ? ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കണമെന്നില്ല. എന്നാലും അകത്ത് കിടന്ന് തിണ്ണയിലെ ചാരുപഞ്ചിലെങ്ങാൻ കിടന്നുറങ്ങാലോ. അവൾ പിടഞ്ഞെഴുന്നേറ്റു. ദേവൻ ഉറങ്ങിയോ എന്ന് നിരീക്ഷിച്ചു. കുട്ടികൾ 3 പേരുടെയും താളനിബിഡമായ ശ്വാസോച്ഛ്വാസം, അതിന്റെ ശബ്ദം കേൾക്കാനുണ്ട്. 3ഉം നല്ല ഉറക്കം. ശബ്ദമുണ്ടാക്കാതെ അരുന്ധതി വാതിലിന്റെ സാക്ഷാ തുറന്നു. 12 മണി സമയത്ത് വീടിന്റെ വെളിയിലിറങ്ങാൻ നല്ല ഭയമുണ്ടായിരുന്നു അരുന്ധതിക്ക്. എന്നിട്ടും തിടുക്കത്തിൽ ചെന്ന് ഗേറ്റിന്റെ പൂട്ട് തുറന്നു. തിരികെ വന്ന് വാതിൽ സാക്ഷിയിട്ട് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. പിന്നീട് ഉണർന്നത് ദേവന്റെ അമ്മേ എന്ന വിളി കേട്ടാണ്. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5:30 അവൻ ഉണർന്നെഴുന്നേറ്റിരിക്കും. കുളിച്ച് അച്ഛൻ്റെ ഒപ്പം വില്വാദ്രിനാഥനെ തൊഴാൻ പോണ പതിവും മുടക്കില്ല. സ്കൂളുള്ള ദിവസങ്ങളിൽ അരുന്ധതി 5-നും ഒഴിവുള്ള ദിവസങ്ങളിൽ 5:30-ക്കുമാണ് എഴുന്നേൽക്കുക. അമ്മേ, ദാ 5:30 കേട്ടോ. ഞാൻ അറിഞ്ഞു. കണ്ണു തിരുമ്മി അവൾ എഴുന്നേറ്റു. ഉണർന്നു കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു അമ്മ നല്ല ഉറക്കമാണെന്ന്. മുടി വിടർത്തി കെട്ടുകയായിരുന്ന അരുന്ധതി അത് കേട്ടതായി ഭാവിച്ചില്ല. അച്ഛൻ വന്നോ അമ്മേ? ഓർക്കാപ്പുറത്തായിരുന്നു ആ ചോദ്യം. അവൾ ഞെട്ടലോടെ മകന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ രാത്രി ഓർമ്മയിലേക്ക് കഴിഞ്ഞു വീണത്. ഒപ്പം നേരിയൊരു പരിഭ്രമവും. ഗേറ്റ് പൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ. പറഞ്ഞുവെന്ന് വെച്ച് പറപ്പിക്കാൻ പറ്റുമോ? വന്ന് ചാവടിയിലെ ചാരുബെഞ്ചിൽ കിടക്കണുണ്ടാവും. മഞ്ഞും മഴയും തണുപ്പും ഒന്നും പ്രശ്നമല്ലല്ലോ നിന്റെ അച്ഛന്. ഒരു കുതിപ്പിലാണ് അവൻ പുറത്തേക്ക് ഓടിയത്. സാക്ഷ അഴിച്ചു വാതിൽ തുറന്നു നോക്കുമ്പോൾ ഉമ്മറത്തെ ചാരുബെഞ്ച് ശൂന്യം. ദേവന് വലിയ സങ്കടമായി. ഒരു ഗ്ലാസ് ജീരകവെള്ളം ചോദിച്ചിട്ട് പോലും അമ്മ കൊടുത്തില്ല. ഇനി അച്ഛൻ തിരിച്ചു വരുവോ ആവോ? അവൻ തിരികെ അകത്തെത്തിയപ്പോൾ അമ്മ അവിടെ ഇല്ല. ഹരിയും ജാനകിയും കിടക്കയിൽ പരസ്പരം പുറംതിരിഞ്ഞ് കിടക്കുകയാണ്. വിളിച്ചാലേ 2 പേരും ഉണരൂ. 6 മണി കഴിഞ്ഞേ അവരെ വിളിക്കാവൂ എന്നാണ് അമ്മയുടെ നിയമം. ദേവൻ മെല്ലെ അടുക്കളയിലെത്തി. അമ്മ കുളിക്കാനൊരുങ്ങുകയാണ്. കുളി കഴിഞ്ഞ് അടുപ്പിൽ തീ പകരൂ. രാവിലെ അമ്പലത്തിൽ പോകണം ശീലം അമ്മയ്ക്കില്ല. വിശേഷ ദിവസങ്ങളിൽ വൈകുന്നേരം മാത്രം വില്വാദ്രിനാഥനെ ചെന്ന് കാണും. നീ കുളിക്കണില്ലേ? അരുന്ധതി മകനെ നോക്കി. ഉവ്വ്. അമ്പലത്തിൽ പോകുന്നുണ്ടോ? അച്ഛനില്ലാതെ അവളുടെ കണ്ണുകളൊന്നാളി. ചാരുബെഞ്ചിലില്ലേ? ഇല്ല. ഞാൻ എന്തു പറഞ്ഞിട്ടാ? അവൾ കിതയ്ക്കാൻ തുടങ്ങി. വാശി കാട്ടിയതല്ലേ? ആകെ കിട്ടിയ 10 സെന്റും കൂടി അനിയത്തിക്കും അമ്മയ്ക്കും എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതൊരു വേളി ക്ഷമിക്കും? അച്ഛന്റെ അടുത്ത പ്രായമുള്ള ആളോടൊപ്പം ഒരു ജന്മം സഹിച്ച് ജീവിച്ചില്ലേ ഞാൻ? അപ്പോ സങ്കടം കൊണ്ട് എന്തേലും ഒന്ന് പറഞ്ഞാൽ കേട്ടില്ലെന്ന് അടിച്ചൂടെ? പറക്കമുറ്റാത്ത 3 കുട്ടികളെയും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന വേളിയെയും നിസാര കാര്യത്തിന് വലിച്ചെറിഞ്ഞു പോണതാ ആണത്വം. മുടിത്തുമ്പിൽ കുറച്ചുകൂടി എണ്ണ തേച്ച് വിടർത്തിയിട്ട് അടുക്കളപ്പുറത്തുള്ള കുളിമുറിയിലേക്ക് നടന്നു അരുന്ധതി. അന്ന് ഇരുണ്ടിട്ടും നാരായണ മാഷ് തിരിച്ചെത്തിയില്ല. പിറ്റേന്ന് ഞായറാഴ്ചയും വെളുത്തിരുണ്ടു. രാത്രി അവൾ സ്വയം പറഞ്ഞു, ഇല്ലത്തുണ്ടാവും. ഉള്ളത് മുഴുവൻ അവിടെയല്ലേ തീർത്തത്. ഇനിയിപ്പോ ശേഷജീവിതം അവിടെ ആകാന്ന് വെച്ച് കാണും. ഏതായാലും തിങ്കളാഴ്ച ക്ലാസ്സിൽ വരാതിരിക്കില്ലല്ലോ. മിണ്ടില്ല ഞാൻ ഒരക്ഷരം. കണ്ട ഭാവം പോലും നടക്കില്ല ഞാൻ. അങ്ങനെ എന്നെ തോൽപ്പിക്കാമെന്ന് ആരും നിരീക്കണ്ട. അച്ഛൻ വരാത്തത് എന്താ അമ്മേ? ഹരി തിരക്കി. വെള്ളിയാഴ്ച രാത്രി വന്ന് മുഖം കാട്ടിയിട്ട് പോയി. അച്ഛനിപ്പോ എവിടാ? സ്വന്തം ഇല്ലത്തുണ്ടാവും. വേളിയും കുട്ടികളും ആ മനുഷ്യനൊന്നും അല്ലല്ലോ. എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുന്നുണ്ടമ്മേ. ജാനകി ചിണുങ്ങി. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അരുന്ധതി മുഖം തിരിച്ചു. പക്ഷെ തിങ്കളാഴ്ച 10 മണിയായപ്പോഴേക്കും അവൾ ശരിക്കും സൂചിമുനയിലായി. മാഷ് ഇന്നും ലീവാണോ എന്ന് അരുന്ധതിയെ കണ്ടത് ഹെഡ്മിസ്റ്റർ സാറ ജെയിംസ് തിരക്കി. അറിയില്ല, ഇല്ലത്താണ്. അവിടുന്ന് വരണ്ടേ? 10-ന് മുമ്പ് എത്താതിരിക്കില്ല എന്ന ഒഴുക്കൻ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞു. ഇല്ലത്തെന്തേ ഇത്ര മാമാങ്കം? മഹേശ്വരി ടീച്ചർ ചോദിച്ചു. മാഷിപ്പോ എത്ര ലീവാ കളഞ്ഞത്? ഭാഗം നടത്തണമെന്ന് വെച്ചാൽ ഒരു ലീവ് കളഞ്ഞാൽ പോരെ? ഭാഗം കഴിഞ്ഞു. ഒടുവിൽ അരുന്ധതിക്ക് സത്യം പറയേണ്ടി വന്നു. വെള്ളിയാഴ്ച രാത്രിയാ തിരിച്ചെത്തിയത്. ശമ്പളത്തിൽ പകുതി ഇല്ലത്ത് ചെലവഴിക്കുന്നതും കൂടെ അങ്ങോട്ട് ഓടണതും ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇല്ലത്തുനിന്ന് പാകത്തിൽ കിട്ടിയ 10 സെന്റും അമ്മയ്ക്കും അഞ്ചത്തിക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഞാൻ കുറെ സങ്കടം പറഞ്ഞു. ഉടനൊരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയി കളഞ്ഞു. ഇക്കാര്യത്തിൽ ടീച്ചറുടെ പക്ഷത്ത് ഒരു തെറ്റുമില്ല. ചെറുപ്പക്കാരനായ രാമനാഥൻ സാർ അവളെ പിന്തുണച്ചു. നിങ്ങൾക്ക് സ്വന്തം വീടൊന്നുമില്ലല്ലോ.
വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അമ്മയ്ക്കും അനുജത്തിക്കും വേറെ ഷെയറും കിട്ടിയതല്ലേ. ആ സ്ഥിതിക്ക് ഈ 10 സെന്റും കൂടി കൊടുക്കേണ്ട കാര്യമില്ല. ടീച്ചർ ചോദ്യം ചെയ്യേണ്ടത് തന്നെ. കാര്യത്തിൽ മാഷുടെ ദീനതയെ കുറച്ചധികമായി. അടുത്ത കാലത്ത് വിവാഹിതയായ സുഹൃത ടീച്ചർ രാമനാഥനെ അനുകൂലിച്ചു. ശരിയാ, ഇവർക്ക് 3 കുട്ടികളുള്ളതല്ലേ. മൂത്തത് 2 ആൺകുട്ടികളായാലും താഴെ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ. ഈ നാരായണ മാഷ് എന്താ ഇങ്ങനെ? അരുന്ധതിയുടെ കാര്യം കഷ്ടം തന്നെ. ഏതായാലും മാഷ് ഇങ്ങോട്ട് വരട്ടെ. മഹേശ്വരി ടീച്ചർ എല്ലാവരെയും സമാധാനിപ്പിച്ചു. നേരിട്ട് ചോദിക്കേണ്ട കാര്യ, നമ്മളായി ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ല. ജീവകാരുണ്യം കൂടുതലാന്ന് വെച്ചാലും കുടുംബത്തോട് ഉത്തരവാദിത്തമില്ലാത്ത ആളാണ് മാഷെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ടീച്ചർക്ക് ഒരിക്കൽ സുഖമില്ലാതെ വന്നപ്പോ അരികിൽ നിന്ന് മാറാതിരുന്ന് ശുശ്രൂഷിച്ച ആളല്ലേ നാരായണൻ മാഷ്. അരുന്ധതിയുടെ മുഖമൊന്ന് താണു. ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാറില്ലെങ്കിലും കുട്ടികളെ അദ്ദേഹത്തിന് പ്രാണനാ. ജാനകിക്കും ദേവനുമെല്ലാം അച്ഛനോടുള്ള സ്നേഹം കാണുമ്പോഴേ അറിയാലോ അവരോട് മാഷ് എങ്ങനെയാ പെരുമാറുന്നതെന്ന്. അതിന് കാരണമുണ്ട്. മുഖമുയർത്താതെ അരുന്ധതി പിറുപിറുത്തു. പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയില്ല. എന്ത് തോന്നിയാസം കാട്ടിയാലും ശാസിക്കോ അടിക്കോ ഇല്ല. പ്രായമായ കുട്ടികളായതുകൊണ്ടാവും. എന്നാലും ഇല്ലത്തുണ്ടെങ്കിൽ മാഷ് വരേണ്ട സമയമായല്ലോ. അകലൂര് അത്ര അകലെയൊന്നും അല്ലല്ലോ. നാരായണൻ മാഷിന്റെ ഒപ്പം റിട്ടയർമെന്റ് അടുത്ത ആളായ രാഹുൽ മാഷ് തിരക്കി. അതാ എനിക്ക് മനസ്സിലാവാത്തത്. മഹേശ്വരി ടീച്ചറും അസ്വസ്ഥയായി. പാകം കഴിഞ്ഞപ്പോ പിന്നിന് ലീവ് തുടരേണ്ട കാര്യം എന്താ? അരുന്ധതി ടീച്ചറോട് പിണക്കമുണ്ടെന്ന് വെച്ച് സ്കൂളിൽ വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നത്, രാഹുലൻ മാഷ് പറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ആളല്ല ടീച്ചറെ നാരായണൻ മാഷ്. ഇതിൽ നമ്മൾ അറിയാത്ത എന്തോ ഉണ്ട്. നേരം ഇപ്പൊ 10 മണി കഴിഞ്ഞില്ലേ. ഇന്നിനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാത്രി ടീച്ചറുടെ വീട്ടിൽ നിന്ന് പോയ ശേഷം മാഷിന് വല്ല സുഖമില്ലായ്മയും വന്നിരിക്കുമോ? അത് കേട്ടതോടെ അരുന്ധതി ഒന്ന് വല്ലാതായി. മറ്റു മുഖങ്ങളിൽ ഉത്കണ്ഠ പരക്കുകയും ചെയ്തു. മാഷിന്റെ ഇല്ലത്ത് ഫോണില്ലേ ടീച്ചറെ? മഹേശ്വരി ടീച്ചർ അരുന്ധതി ഒന്ന് നോക്കി. ഫോണുണ്ട്, പക്ഷേ അത് എപ്പോഴും കേടാ. വിളിച്ചാൽ ആരും എടുക്കണമെന്നുമില്ല. എന്നാലും ഒന്ന് വിളിച്ചു നോക്കിയില്ലേ? ഇല്ല. വീണ്ടും ആ മുഖം താണു. അതോടെ രാഹുലൻ മാഷ് വിഷയം ഹെഡ്മിസ്ട്രസിനെ അറിയിച്ചു. അരുന്ധതി ടീച്ചറും നാരായണ മാഷും പിണങ്ങിപ്പിരിഞ്ഞെന്ന് ഒരു സംശയം. സ്വന്തം വീതത്തിൽ നിന്ന് കിട്ടിയ 10 സെന്റ് മാഷ് പെങ്ങൾക്ക് എഴുതി കൊടുത്തു എന്നാ പറയുന്നത്. അത് മതിയല്ലോ ടീച്ചർക്ക്. മാഷ് പക്ഷേ ക്ലാസ് വരാത്തത് എന്താണെന്ന് അറിയാത്തത്. ഇല്ലത്താണെന്നോ ടീച്ചർ പറഞ്ഞത്? ഇല്ലത്തുനിന്നായാലും സ്കൂളിൽ വരാല്ലോ. സുഖമില്ലാതെ വല്ലതും ആണോ? സാറാ മേഡം തിരക്കി. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്കിലും ഒന്ന് വിളിച്ചു തിരക്കണ്ടേ? ഈ സ്കൂളിലെ ടീച്ചേഴ്സിന് മാത്രമല്ല, ഏതേലും ഒരു കുട്ടിക്ക് സുഖമില്ലാതെ വന്നാലും തിരക്കി ചെല്ലണ ആളാ നാരായണൻ മാഷ്. മാഷിന്റെ കയ്യിൽ ആ ഇല്ലത്തെ നമ്പർ ഉണ്ടോ? ഞാൻ വിളിച്ചു തിരക്കാം. എന്റെ കയ്യിലില്ല. അരുന്ധതി ടീച്ചറുടെ കയ്യിലുണ്ടാവും, വാങ്ങാം. അരുന്ധതി ടീച്ചറെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി നമ്പർ വാങ്ങി. ഓഫീസിലും ഫോണിൽ നിന്ന് തന്നെ വിളിക്കുകയായിരുന്നു സാറാ മേഡം. ഫോൺ എടുത്തത് ഒരു സ്ത്രീ സ്വരമാണ്. നാരായണ മാഷുടെ വീടല്ലേ ഇത്? മേഡം തിരക്കി. വീടല്ല, അദ്ദേഹത്തിന്റെ തറവാടില്ലമാ. ആരാണ് വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്നാ. അദ്ദേഹം സ്കൂളിൽ വരാതിരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. സുഖമില്ലാതെ വല്ലതുമാണോ? അയ്യോ, അതിന് ഏട്ടൻ ഈ ഇല്ലത്തല്ലല്ലോ. സ്കൂളിനടുത്തുള്ള വാടക വീട്ടില്ല. അദ്ദേഹത്തിന്റെ വേളിയും ആ സ്കൂളിലെ ടീച്ചറല്ലേ അരുന്ധതി. അവരോട് ചോദിച്ചാൽ അറിയാലോ. അപ്പോ മാഷ് ഇല്ലത്തില്ലേ? ഇല്ല, വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങ് പോയതാണല്ലോ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇവിടെ ഞാനും ഞങ്ങളുടെ അമ്മയും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. മേഡം ഒന്ന് വല്ലാതായി. സോറി. അവർ ഫോൺ വെച്ചു. എന്നിട്ട് രാഹുലൻ മാഷോട് പറഞ്ഞു, നാരായണ മാഷ് അവിടെ ഇല്ല മാഷേ. അദ്ദേഹം വെള്ളിയാഴ്ച ഇവിടേക്ക് പോന്നു എന്നാ ഫോൺ എടുത്ത സ്ത്രീ പറഞ്ഞത്. ഏട്ടൻ എന്ന് പറഞ്ഞത് കൊണ്ട് അനിയത്തിയാവാനാണ് സാധ്യത. രാഹുലൻ മാഷ് പരിഭ്രാന്തനായി. അയാൾ അരുന്ധതിയോട് തിരക്കി. അന്ന് വെള്ളിയാഴ്ച മാഷ് പിണങ്ങി ഇറങ്ങി പോയപ്പോ സമയം എത്രയായിട്ടുണ്ടാവും? ഒരു 10 മണി ആവാറായിട്ടുണ്ട്. അവളുടെ തൊണ്ട ഇടറി. ആ സമയത്ത് ഇവിടുന്ന് വണ്ടികളൊന്നുമില്ലാന്നറിയാലോ. നടന്നാൽ തന്നെ എവിടേക്കാവും പോയിട്ടുണ്ടാവുക? ഏതായാലും ഇല്ലത്തേക്ക് അദ്ദേഹം തിരികെ ചെന്നിട്ടില്ല എന്ന് അനിയത്തി പറഞ്ഞു. അരുന്ധതി ടീച്ചർ പൊട്ടിക്കരയുമെന്നാണ് രാഹുലൻ മാഷ് പറയുന്നത്. പക്ഷെ ആ മുഖത്ത് ഈർഷ്യയും ക്ഷോഭവുമാണ് പ്രകടമായത്. എന്നെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാ.
ഒരു മാസത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിന്നാലും പോരെ? ഗുരുവായൂരോ മൂകാംബിയയിലോ ചെന്ന് ഭജനവും പാർത്താലും മതിയല്ലോ. വഴക്കിട്ട് ഞാൻ ഇറക്കി വിട്ടു നാളുകൾ എന്നെ പഴിക്കില്ലേ? ഒപ്പം തീരാത്ത മനപ്രയാസം അനുഭവിക്കൂലോ. എങ്ങനെയും എന്നെ തീ തീറ്റിച്ച് കൊല്ലണമെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ടീച്ചർ തെറ്റിദ്ധരിക്കേണ്ട, രാഹുലൻ മാഷ് ഉപദേശിച്ചു. രാത്രി 10-ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അദ്ദേഹത്തിന് വല്ല അപകടവും പിണഞ്ഞതാണെങ്കിലോ? അങ്ങനെയും സംഭവിച്ചൂടെ? അതുതന്നെയാ ഇപ്പോ എന്റെ പേടി. അല്ലാതെ ടീച്ചർ വിചാരിക്കുന്ന തരത്തിൽ ഒരാളാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. ഇതെന്റെ മാത്രം അഭിപ്രായമല്ല. അതെനിക്കറിയാം. പുറത്തുള്ളവരെല്ലാം നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് പാട്ടിലാക്കി വെച്ചിരിക്കും. അപ്പോ ഞാൻ എന്തു പറഞ്ഞാലും ആരേലും വിശ്വസിക്കുവോ? ടീച്ചർ എന്തേ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നയിടത്ത് തന്നെ നിൽക്കണത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ടീച്ചർ ഒഴികെ ഇവിടെ എല്ലാവർക്കും മാഷിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചിന്തയിലുള്ള ആദിയ. മാഷ് ഒപ്പവും തറവാട്ടിലും ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? അതും ആരോടും പറയാതെ. പറഞ്ഞിട്ടുണ്ടാവും അമ്മയോടും അനിയത്തിയോടും. അവരത് എൻ്റെ അടുത്ത് ഒളിക്കുക, എന്നെ വേദനപ്പെടുത്താൻ. അമ്മയെ അറിയിക്കാതെ എങ്ങടും പോയില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഞാനത് വിശ്വസിക്കില്ല. മറ്റുള്ളവരെ ആദ്യ കയറ്റാൻ വേണ്ടി ഒളിച്ചു താമസിക്കുന്ന തരമല്ല അദ്ദേഹം. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിവേകവും അതിലുപരി നന്മയും ഒക്കെയുള്ള ആളാ നാരായണൻ മാഷ്. ടീച്ചർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ടീച്ചറുടെ കാര്യപ്രാപ്തി ഞാൻ അംഗീകരിക്കുന്നു. മാഷിന്റെ പിടിപ്പില്ലായ്മയും സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് എത്രയും വേഗം മാഷ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുക വേണ്ടത്. 2 മുഴുവൻ ദിവസവും കഴിഞ്ഞില്ലേ? ടീച്ചർ ഏതായാലും ടീച്ചറുടെ അച്ഛനോടൊന്ന് വിവരം പറയുക. ഒപ്പം ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിലും അന്വേഷിക്കാം. അരുന്ധതി അന്ന് ഉച്ചതിരിഞ്ഞ് ഒരു പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ പീരീഡ് സുഹൃത ടീച്ചറെ ഏൽപ്പിച്ച് അവൾ വീടിന്റെ താക്കോൽ ദേവന്റെ ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി കൊടുത്തു. അനിയന്റെയും അനിയത്തിയുടെയും ചുമതലയും ഏൽപ്പിച്ച് അച്ഛനെ കാണാൻ നേരെ മായന്നൂർക്കുള്ള ബസ് കയറി. ഇല്ലത്ത് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകരായ ഏട്ടനും ഏട്ടത്തിയമ്മയും സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല. അരുന്ധതിയെ കണ്ടതും അമ്മ പറഞ്ഞു, ഇന്ന് ഞാൻ കുട്ടിയുടെ കാര്യം ഓർത്തതേയുള്ളൂ. നാരായണന്റെ അവിടെ ഭാഗമാണെന്ന് നീ കത്തെഴുതിയിരുന്നല്ലോ. ആശിച്ച മട്ടിൽ 50 സെന്റും ഇല്ലോം അയാൾക്ക് തന്നെ കിട്ടിയോ? ആശിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവകാശപ്പെട്ട 10 സെന്റ് കൂടി അമ്മയ്ക്കും അനിയത്തിക്കും എഴുതി കൊടുക്കുകയും ചെയ്തു അത്രേ. ഈശ്വര, ദുഷ്ടനാണല്ലോ അയാൾ. നിന്റെയും കുട്ടികളുടെയും കാര്യം ഓർക്കാഞ്ഞോ അതോ നിങ്ങളെ ദ്രോഹിക്കാനോ? രണ്ടിനുമല്ല സാവിത്രി. അവിടേക്ക് വന്ന അച്ഛൻ ഗംഗാധരൻ ഇടയിൽ കയറി. അയാളുടെ 10 സെന്റിങ് എടുത്താൽ ബാക്കി 40 സെന്റിൽ 35 സെന്റും ഇടിഞ്ഞു പൊളിഞ്ഞ ഇല്ലവും മുറ്റവും കുളപ്പുരയും യക്ഷിയമ്പലവും ഒക്കെയാണ്. അതിൽ നിന്ന് ഒരു ആദായവുമില്ല. ആകെ ആദായമുള്ളത് ഇയാളുടെ 10 സെന്റിലെ തെങ്ങിന്ന. അനിയത്തി ദേവകി അച്ഛ വിധവയാ. പെൻഷനായ പിന്നെ നാരായണന് അതിനെ സഹായിക്കാനൊന്നും ആവില്ലല്ലോ. ഈ 10 സെന്റ് കൊടുത്ത ആ ചുമതലയും തീരും. എന്നാലും കുടുംബഭാഗം കിട്ടിയത് കളഞ്ഞത് തെറ്റായിപ്പോയി. സാവിത്രി മുഖം ചുളിച്ചു. അത് നീ ഇവളെ കേൾക്ക പറയാതെ സാവിത്രി. അല്ലാതെ തന്നെ ഏത് നേരവും രണ്ടും തമ്മിൽ വഴക്കാ. ചെയ്തത് തെറ്റായി എന്ന് ഞാനെന്ന് പറഞ്ഞതിന് എവിടേക്കോ ഇറങ്ങിപ്പോയിക്കളഞ്ഞച്ചാ. അരുന്ധതി ക്ഷീണത്തിൽ ഒതുക്കിലേക്ക് ഇരുന്ന് തലയിൽ കൈവച്ചു. 2 ദിവസമായി ഒരു വിവരവുമില്ല. അവിടെ ഇല്ലത്തില്ലെന്നാ പറയണത്. എന്തു പറ്റിയതാണെന്ന് ഏട്ടനും അച്ഛനും കൂടി ഒന്ന് അന്വേഷിക്കണേ. തിരിച്ചു വരണമെന്ന് എനിക്കില്ല. എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാ മതി. ഇല്ലാച്ച സ്കൂളിലെ മാഷന്മാരും എനിക്ക് സ്വൈരം തരില്ല. മകളുടെ വർത്തമാനം കേട്ട് ഗംഗാധരൻ അന്തിച്ചുപോയി. മാഷന്മാരോടും ദേശക്കാരോടും സമാധാനം പറഞ്ഞാൽ പോരല്ലോ കുട്ടി. നിന്റെ മക്കളുടെ അച്ഛനല്ലേ അയാൾ. അയാൾ എവിടെ പോയെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. കുട്ടി പൊയ്ക്കോളൂ. മക്കൾ സ്കൂൾ വിട്ടെത്തും മുമ്പ് അങ്ങോട്ട് ചെല്ലണ്ടേ. അച്ഛൻ വേണ്ടത് ചെയ്തോളാം. 2 ദിവസം കഴിഞ്ഞ് അയാൾ അരുന്ധതിയുടെ മുന്നിലെത്തി കരഞ്ഞു. ഒരു വിവരവുമില്ല കുട്ടി. അന്വേഷിക്കാൻ ഇനി ഒരിടവും ഇല്ല. പോലീസല്ലേ അറിയിക്കണമെന്നാ നിന്റെ ഏട്ടൻ പറഞ്ഞത്. ഇന്നത് ചെയ്തിരിക്കണു. ഒരാഴ്ചയായി സ്കൂളിലെയും വിഷയം നാരായണൻ മാഷ് തന്നെയായിരുന്നു. പോലീസ് വീട്ടിൽ വന്നു. അരുന്ധതിയെയും അയൽക്കാരെയും കണ്ടു. സ്കൂളിൽ വന്ന് സഹാധ്യാപകരെയും. ഒടുവിൽ വന്നത് ചീഞ്ഞെളിഞ്ഞ് തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായ ഒരു അജ്ഞാത ജഡത്തെക്കുറിച്ചുള്ള വാർത്തയാണ്.